ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. രാത്രിയും രാവിലെയും ദിവസങ്ങൾ മാസങ്ങളായി ഇങ്ങനെ കടന്നു പോകും. പക്ഷേ അവൻ ജീവിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദുനിയാവിൽ നിന്നവൻ അകന്നു പോകും, ഖബറിലോട്ട് അവൻ അടുത്തുകൊണ്ടിരിക്കുമെന്നാണ്. നമ്മൾ ദുനിയാവിന്റെ ഓരോ ദിവസം കഴിയും തോറും നമ്മൾ ഖബറിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമുക്കൊക്കെ ഖൈറും ബറക്കത്തും നൽകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, വളരെ ഗൗരവത്തോടെ നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഉറങ്ങുന്നതിൻ്റെ മര്യാദകൾ, ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഉറക്കം. ആ ഉറക്കത്തിന്റെ ചില പ്രാധാന്യങ്ങളും ആ ഉറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ചില പ്രധാനപ്പെട്ട ദിക്റുകൾ, ചില പ്രധാനപ്പെട്ട സ്വലവാത്തുകൾ, ചില പ്രധാനപ്പെട്ട പ്രാർത്ഥനകളൊക്കെ നമുക്ക് പഠിക്കണം. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോഴും ഉറങ്ങാൻ കിടക്കുന്ന സമയത്തും നാം ചില ദിക്റുകൾ പ്രത്യേകം ചെയ്യണം. അങ്ങനെ ചൊല്ലിയിട്ട് കിടന്നുറങ്ങിയാൽ അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന എല്ലാ പ്രതിഫലങ്ങളും അള്ളാഹു നമുക്ക് തരും. ഉറക്കം തന്നെ പല തരങ്ങളുണ്ട്. നൗമുൽ ഖഫാ എന്ന് പറയുന്ന ഉറക്കമുണ്ട്, മലർന്നു കിടന്നുള്ള ഉറക്കം. നൗമുൽ യമീൻ, വലതുഭാഗത്തേക്ക് ചരിഞ്ഞു കിടന്നുറക്കം. നൗമു ശിമാൽ, ഇടതുഭാഗത്തേക്ക് കിടന്നുറക്കം. നൗമുൻ അലാ വജ്ഹി, കമിഴ്ന്നു കിടന്നുറക്കം. നൗമുൽ ഖഫാ, മലർന്നു കിടന്നുറങ്ങുന്നത്. ഒന്നാമത്തേത് അമ്പിയാക്കളുടെ ഉറക്കം എന്നാണ്, മലർന്നു കിടന്നുള്ള ഉറക്കം. അമ്പിയാക്കന്മാരെങ്ങനെയാണ്? അവർ മലർന്നു കിടന്ന ഉറങ്ങുക. വലതുഭാഗത്തേക്ക് ചരിഞ്ഞു കിടന്നുള്ള ഉറക്കം അത് പണ്ഡിതന്മാരുടെ ഉറക്കമാണ്. പണ്ഡിതന്മാർ, പുണ്യാത്മാക്കൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഉറക്കവും വലതുഭാഗം ചരിഞ്ഞ് വലത് കൈ കവിളിന്റെ താഴെ വെച്ചുള്ള വലതുഭാഗം ചരിഞ്ഞ് കിബിലകളെ തിരിഞ്ഞു കിടന്നുറങ്ങണം. അതാണ് നമ്മുടെ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഉറക്കം. മൂന്നാമത്തെ ഉറക്കം ഇടതുഭാഗത്ത് ചരിഞ്ഞുള്ള ഉറക്കം രാജാക്കന്മാരുടെ കിടത്തമാണ്. അങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇടതുഭാഗം ചരിഞ്ഞു കിടന്നുറങ്ങുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് മഹാന്മാര് പറയുന്നത് വലതുഭാഗം തന്നെ ചരിഞ്ഞു കിടക്കണമെന്നാണ്. എന്നാൽ നൗമുൻ അലൽ വജ്ഹി, കമിഴ്ന്ന് കിടന്നുറങ്ങുന്ന ഒരു സ്വഭാവമുണ്ട്. ഇത് പിശാചുക്കളുടെ ഉറക്കമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ തസ്ഹീലുൽ മനാഫിഅ എന്ന കിതാബിൽ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. عن عبابة بن تميم النمري قال رأيت رسول الله صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കണ്ടു ഫിൽ മസ്ജിദി മുസ്തൽഖിയൻ വാളിഹൻ ഇഹദാ ഖദമൈഹി അലൽ ഉഖ്റാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ഒരു കാലിനെ മറ്റൊരു കാൽ പാദത്തിൽ കയറ്റി വെച്ച് പള്ളിയിൽ നിന്ന് മലർന്നു കിടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അയർഫഅ റജുലു ഇഹദ റിജ്ലൈഹി അലൽ ഉഖ്റാ വഹുവ മുസ്തൽഖിൻ അലാ ളഹ്രിഹി. ഒരു കാൽ മറ്റേ കാലിൽ കയറ്റി വെച്ച്, മുട്ടിന്റെ മേൽ കയറ്റി വെച്ച് കിടക്കുന്ന ഉറക്കം റസൂലുള്ളാഹി നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ കാൽപാദത്തിന്റെ മേൽ കാൽപാദം ഇങ്ങനെ ചേർത്ത് വെച്ച് നബി തങ്ങൾ കിടന്നിട്ടുണ്ട്. ഒരു കാൽ മറ്റൊരു കാലിന്റെ മുട്ടിഞ്ഞിട്ട് കുത്തിയിട്ട് ആ ഒരു കാലെടുത്ത് ഇടത് കാലിന്റെ മുകളിൽ വലത് കാലെടുത്ത് വെച്ച് അങ്ങനെ കിടക്കരുത്. അല്ലാതെ കാല് നേർത്ത് തന്നെ നിവർത്തി തന്നെ വെച്ചിട്ട് ഒരു കാലിന്റെ മുകളിൽ മറ്റൊരു കാലെടുത്ത് ചേർത്ത് വെച്ച് കിടക്കാൻ നബി തങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് കിടക്കുമ്പോൾ ഒരു കാരണവശാലും മലർ കമന്ന് കിടക്കരുത്. എന്നാൽ സ്ത്രീകളായ സഹോദരിമാർ ശ്രദ്ധിക്കേണ്ടത്,
മലർന്നു കിടക്കൽ സ്ത്രീകൾക്ക് കറാഹത്താണ്. സ്ത്രീകൾ എപ്പോഴും ചരിഞ്ഞു കിടക്കലാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ശരീരത്തിന്റെ ഘടന വെച്ചുകൊണ്ട് അവർ കമിഴ്ന്നു കിടക്കൽ പറ്റൂല, വലതുഭാഗം ചരിഞ്ഞു കിടക്കണം. മലർന്നു കിടക്കൽ പെണ്ണുങ്ങൾക്ക് കറാഹത്താണ് എന്നാണ്. എന്റെ പിതാവ് പറഞ്ഞു, ഞാൻ ഒരിക്കൽ പള്ളിയിൽ കമിഴ്ന്നു കിടന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാലുകൊണ്ട് തട്ടിയിട്ട് പറഞ്ഞു, ഈ കിടത്തം അല്ലാഹു വെറുക്കുന്ന കിടത്തമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാൾ തന്റെ വയറിന്മേൽ കിടക്കുന്നത് കണ്ടപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഇത് അല്ലാഹു ഇഷ്ടപ്പെടാത്ത നരക ദുരിതക്കാരുടെ കിടത്തമാണ്. കമിഴ്ന്നു കിടന്നുറക്കം വളരെ ദുഷിച്ചതാണ്. ദുസ്വപ്നം, ശരീരത്തിന്റെ ബലഹീനത മുതലായ വിഷമകരമായ രോഗങ്ങൾക്ക് അത് കാരണമാകുമെന്നാണ്. നെഞ്ചും മുഖവും മനുഷ്യന്റെ ഉന്നത അവയവങ്ങളാണ്. അത് സുജൂദിലല്ലാതെ നിലത്ത് വെക്കാൻ പാടില്ല. അങ്ങനെ നിലത്ത് വെച്ച് നമ്മൾ മുഖം കുത്തി കമിഴ്ന്നു കിടന്നുറങ്ങിയാൽ നരകത്തിലെ കിടത്തമാണെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ. അതൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ കമിഴ്ന്നു കിടന്നുണ്ടായാലും ഉറങ്ങരുത്. അത് വളരെ ഗൗരവത്തോടു കൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് ശ്രദ്ധിക്കണം. ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്തെല്ലാം ദിക്റാണ്, എന്തെല്ലാം സലാത്താണ്, എന്തെല്ലാം അല്ലാഹുവിന്റെ റസൂൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഇദാ ആവർ റജുലു ഇലാ ഫിറാശിഹി ഇബ്തദറ മലകുൻ വശൈത്താൻ ഫയഖൂൽ الملك يختم بخير ويقول الشيطان يختم بشر فإذا ذكر الله ثم نام بات الملك يقلعه إذا استيقظ قال الملك يفتح بخير وقال الشيطان يفتح بالشر. തങ്ങൾ പറഞ്ഞു, ഒരാൾ തന്റെ വിരിപ്പിൽ ചെന്ന് കിടന്നാൽ ഒരു മലക്കും ഒരു പിശാചും അവിടെ ഓടിയെത്തുന്നതാണ്. മലക്ക് പറയും, നീ നന്മ കൊണ്ട് പൂർത്തിയാക്കുക. പിശാച് പറയും, നീ തിന്മ കൊണ്ട് അവസാനിപ്പിക്കുക. അയാൾ അല്ലാഹുവിനെ സ്മരിച്ച് ശേഷം ഉറങ്ങിയാൽ ആ മലക്ക് അയാൾക്ക് സംരക്ഷകനാകുന്നതാണ്. അയാൾ ഉണരുമ്പോൾ മലക്ക് പറയും, നീ നന്മ കൊണ്ട് തുടങ്ങുക. പിശാച് പറയും, നീ തിന്മ കൊണ്ട് തുടങ്ങുക. അയാൾ എഴുന്നേറ്റ ഉടനെ അൽഹംദുലില്ലാഹില്ലദീ റദ്ദ അലാ അലയ്യ നഫ്സി വലം യുമത്തിഹാ ഫീ മനാമിഹാ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ. അങ്ങനെ അവൻ ചൊല്ലിയിട്ട് ആ ദിവസം അവൻ മരണപ്പെട്ടാൽ അവന് ഷഹീദിന്റെ കൂലി കിട്ടുമെന്ന പണ്ഡിതന്മാര് പറയുക. അതുകൊണ്ട് ഉമ്മമാരെ, ഉറങ്ങുന്ന നേരവും ഉണരുന്ന നേരവും ചൊല്ലേണ്ട ദിക്റുകളെല്ലാം നമ്മൾ ചൊല്ലണേ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, ആദ്യം ഉറങ്ങുന്ന സമയത്തിന്റെ ആരംഭത്തിൽ തന്നെ വ്യക്തമായിട്ട് നല്ലവണ്ണം ഒന്നുകൊടുക്കണേ. നല്ലവണ്ണം ഒന്നുകൊടുക്കണേ. കിബിലയ്ക്കുകൊള്ളേ. അത് ഒന്നുവെടുക്കുന്നത് എല്ലാം കഴിഞ്ഞ് കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ഇശാഇന്റെ ഒന്നുവല്ല. ആ ഒന്ന് മുറിയട്ടെ, മുറിയാതിരിക്കട്ടെ. കിടക്കുന്നതിന് മുമ്പേ നേരത്തെ ഒരു ഒന്നുവെടുക്കണം. കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഒന്നെടുക്കണം. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇശാ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വല്ല സുന്നത്തോ മറ്റോ നിസ്കരിക്കാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നിസ്കരിച്ചിട്ട് ഉമ്മമാരെ, കഴിഞ്ഞ വെള്ളിയാഴ്ചയുടെ മുമ്പത്തെ വെള്ളിയാഴ്ച നമ്മൾ പറഞ്ഞതുപോലെ ബെഡൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞിട്ടോ സുബ്ഹാനല്ലാഹ് ആ ബെഡിലോട്ട് വന്നിരിക്കണം. വന്ന് കിടക്കരുത്. ഒന്ന് വൃത്തിയായിട്ട് വന്നിരിക്കണേ. പ്രിയപ്പെട്ട ഉമ്മമാരെ, നല്ല ശുദ്ധിയുള്ള വസ്ത്രമാകണം. ശരീരം നല്ല വൃത്തി ഉണ്ടാകണം. രാത്രി ഒന്ന് കുളിച്ചിട്ട് നല്ല ശരീരം മേലൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വന്ന് കിടക്കണം. കാരണം ഉറങ്ങുന്ന ഒരു ഇബാദത്താണ്. നിസ്കരിക്കുന്നത് പോലെ, നമ്മൾ ഹജ്ജും ഉംറയ്ക്കും പോകുന്നത് പോലെ ഒരു ഇബാദത്ത് ചെയ്യാനാ പോകുന്നത്. എങ്ങനെയാണ് ഉസ്താദേ ഉറക്കം ഒരു ഇബാദത്തായിട്ട് മാറുക? പ്രിയപ്പെട്ട പെങ്ങളെ, ഉറങ്ങുന്നത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. രാത്രികാലങ്ങളിൽ കിടന്നുറങ്ങാനാ റബ്ബിന്റെ കൽപ്പന.
അതല്ലേ അല്ലാഹുവിന്റെ ഖുർആൻ, വിശുദ്ധമായ കലാം അല്ലാഹുവിന്റെ ഖുർആൻ നമ്മൾ പറഞ്ഞത്. രാത്രിയായാൽ കിടന്നുറങ്ങണം, രാത്രി സംസാരിക്കാനുള്ളതല്ല. ഇശായ്ക്ക് ശേഷം ഒരു സംസാരം പാടില്ലല്ലോ. സംസാരിക്കൽ ഇശായിന് ശേഷം അനുവദനീയമല്ലല്ലോ. എന്തെങ്കിലും ദിക്ർ പറയാനുള്ളതെ ഭൗതികമായിട്ട് എന്തെങ്കിലും നീ സംസാരിച്ചാൽ പൊന്നാര ഉമ്മ, നമ്മളെ ആഖിബത്ത് വളരെ മോശമായി പോകുന്നതാണ്. അതുകൊണ്ട് നീ ഒന്നുവെടുത്തിട്ട് വന്നിരിക്കേ, എന്നിട്ട് ഇരിക്കുന്ന സമയത്ത് നീ ബിസ്മി ചൊല്ലിയിട്ട് ആ ബെഡിൽ നിന്നിട്ട് ഒരു ഫാത്തിഹ നല്ലവണ്ണം ഓതണേ ഉമ്മ. ഒരു ഫാത്തിഹ ഓത്, 3 ഖുൽ ഹുവല്ലാഹു ഓത്, 1 ഖുൽ അഊദു ബിറബ്ബിൽ ഫലക് ഓത്, 1 ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓത്. എന്നിട്ട് നിന്റെ കൈവെള്ളയിലെന്ന് ഓത്. നിന്റെ ശരീരത്തിന്റെ മേൽ നിന്റെ കൈകൾ എവിടെയെല്ലാം എത്തുമോ അവിടെയെല്ലാം ഒന്ന് തടകുമെങ്ങളെ. എല്ലാ സ്ഥലത്തും തടകിയതിനു ശേഷം ഉമ്മ പിന്നെ നീ ഓതേണ്ടതെന്നറിയുമോ? ആയത്തുൽ കുർസി വന്നുപോത്. ആയത്തുൽ കുർസി പാതിരാത്രി കിടക്കുമ്പോ നീ ഓതിയാൽ പിശാച് നിന്റെ അടുക്കലേക്ക് വരിക പോലുമില്ല പെങ്ങളെ. നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് നമ്മൾ ചൊല്ലണം. 3 ആയത്തുൽ കുർസി ഓത്. എന്നിട്ടോ മൻ ഖറഅഹാ ലാ യസാലു അലൈഹി മിനല്ലാഹി ഹാഫിളാ വലാ യഖറബുഹു ശൈത്താൻ ഹത്താ യുസ്ബിഹ. രാവിലെ വരെ ശൈത്താൻ നിന്റെ അടുക്കൽ വരില്ല, നീ ദുസ്വപ്നങ്ങൾ കാണില്ല, ഉറക്കത്തിൽ കിടന്ന് പേടിക്കില്ല, ഉറക്കത്തിൽ കിടന്ന് ഞെട്ടി എഴുന്നേൽക്കില്ല. എല്ലാ നിലയിലും അല്ലാഹുവിന്റെ കാവലുണ്ടാകും. എന്ത് ചെയ്താലാ പെങ്ങളെ ഒന്ന് പറയും. എന്തോന്ന കാര്യം പറഞ്ഞത്? എല്ലാരും പോയാ? മനസ്സ് പറയണത് കേൾക്കുന്നില്ലേ? തിരിയുന്നില്ലേ? പിന്നെന്താ മിണ്ടാത്തെ? എന്ത് ഓതിയാൽ അള്ളാഹുവിന്റെ കാവൽ കിട്ടുമെന്നാ പറഞ്ഞത്? ആയത്തുൽ കുർസി ഒന്ന് ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് من الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ആയത്തുൽ കുർസി ഓതി, ഒരു ഫാത്തിഹ ഓതി, 3 ഖുൽ ഹുവല്ലാഹു ഓതി, ഫലക് ഓതി, നാസ് ഓതി, മേത്ത് നല്ലവണ്ണം തടകി. പിന്നെ എന്ത് ചെയ്തു? ആയത്തുൽ കുർസി ഓതി. ശേഷം നീ ഓതേണ്ടത് സൂറത്തുൽ ബഖറയിൽ അവസാനത്തെ 2 ആയത്തുണ്ട്. ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله فقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير. لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا أنت مولانا
വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. ഈ രണ്ട് മൻകറഹ, ഈ രണ്ട് ആയത്ത് ഒരാൾ ഓതിയാൽ ഫീ ലൈലത്തിൻ കഫതാ, അവനാ സൂറത്ത് തന്നെ ആയത്ത് തന്നെ മതിയാകുന്നതാണ്. ഏത് സൂറത്ത്, ഏതായത്താണ്? ആമനർ റസൂലു. ഓതാറിയില്ലേ? കാണാതെ ഓതാറില്ലേ? രാത്രി കിടക്കുമ്പോ ഓതാറില്ലേ? അങ്ങനെ ഓതിയാൽ രാവിലെ വരെ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഓതിയാൽ ഒരു മലക്ക്, രണ്ട് പ്രാവശ്യം ഓതിയാൽ രണ്ട് മലക്ക്, മൂന്ന് പ്രാവശ്യം ഓതിയാൽ മലക്കുകൾ നിങ്ങൾ കൂട്ടം കൂട്ടമായി നിങ്ങൾക്ക് കാവൽ നിൽക്കുമെന്ന നമ്മുടെ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പൊ ഫാത്തിഹയായി, ഇഖ്ലാസായി, മുഅവ്വിദത്തൈനിയായി, ഖുൽ ഹുവല്ലാഹു ആയി, ഫലക്കായി, നാസായി ശരീരത്തിൽ തടകി ആയത്ത് കുറിച്ച് ഓതി, ആമന റസൂൽ ഓതി, അപ്പൊ തന്നെ ഉറക്കം വരും അല്ലേ? ഇത്ര ഓതുമ്പോ തന്നെ ഉറക്കം വരുമോ? ഇല്ല. എന്നാണ് അടുത്ത ഓദിക്കോ. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു. സൂറത്തുൽ ഹശറിന്റെ അവസാനത്തെ ആയത്താണ്. ഉമ്മമാരെ, സൂറത്തുൽ ഹശറിന്റെ അവസാനത്തെ രണ്ടായത്തുകളാണ്. ഇത് ഓതിയാൽ മൻ ഖറഅഹാ സലാസ മർറാത്തിൻ, മൂന്ന് പ്രാവശ്യം ഒരാൾ ഓതിയാൽ ഹീന യുസ്ബിഹു സല്ല അലൈഹി 70000 മലക്കിൻ ഹത്താ യുംസി. രാവിലെ ഓതിയാൽ വൈകുന്നേരം വരെ 70,000 മലക്ക് നിനക്ക് കാവൽ നിൽക്കുമെന്നാണ്. ഈ വൈകുന്നേരം ഓതിയാൽ രാവിലെ വരെ 70,000 മലക്ക് നിനക്ക് വേണ്ടി പൊറുക്കൽ തേടും, നിനക്ക് വേണ്ടി കാവൽ നിൽക്കുമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. ഈ ആയത്തിൽ തുടങ്ങുന്ന അത് താഴെ വരെ ഉണ്ട്. അതിന്റെ താഴത്തെ ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു എന്ന് തുടങ്ങുന്നത് 3 വട്ടം നിങ്ങൾ ചൊല്ലിയാൽ ഉമ്മമാരെ നിങ്ങൾക്ക് എല്ലാ ഖൈറുകളും ലഭിക്കുന്നതാണ്. 70,000 മലക്കുകൾ നിങ്ങൾക്ക് വന്ന് കാവൽ നിൽക്കുന്നതാണ്. ഒരു കുറുവാ സംഘവും വന്ന് പിടിക്കൂല. 70,000 മലക്കളില്ലേ, ഒരു കുറുവാ സംഘവും വരില്ല. താത്തമാര് അരിയുടെ ബക്കറ്റും ചെമ്പിന്റെ ബക്കറ്റൊക്കെ എടുത്ത് വാതിലിൽ വെച്ചിട്ട് കടന്നു പറഞ്ഞു പേടിച്ചിട്ട്. ഇപ്പൊ അതൊക്കെ പോയി. ഇപ്പൊ കള്ളന്മാരൊന്നും ഇല്ലാത്തതുകൊണ്ട് പേടിയൊന്നുമില്ല. ഏത് കള്ളന്മാര് വന്നാലും വന്നില്ലെങ്കിലും നിങ്ങൾ ഇൻഷാ അല്ലാഹ് ചെയ്യണം കേട്ടോ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് എഴുതി തരണോ? ഇനി വേണ്ടല്ലോ. അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ദിക്റുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റാൻ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. അറിയില്ലേ? എന്ന് പറഞ്ഞേ അല്ലാഹുമ്മ അഊദു ബികലിമാത്തില്ലാഹി. അഊദു പറയുന്നില്ലേ? അഊദു ബികലിമാത്തില്ലാഹി അത്താമ്മാതി മിൻ ശർരി മാ ഖലഖ. നമ്മുടെ തൽഹ ഉസ്താദ് ഇവിടെ ഇരിപ്പുണ്ട്. ഇൻഷാ അല്ലാഹ് തൽഹ ഉസ്താദിന് ദിക്റൊക്കെ ഒന്ന് കൊടുത്ത് നമുക്കൊന്ന് ഒരു PDF ആക്കി എടുക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഖൈറുൻ. നമ്മൾ തൽഹ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഉസ്താദിന്റെ ശിഷ്യനാണ്. എൻ്റെ പ്രസംഗമെല്ലാം യൂട്യൂബിലൊക്കെ ഇട്ട് നമ്മളെയൊക്കെ സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്ന പൊന്നുമോനാണ്. അല്ലാഹു ഉഖ്റവിയായ ആലിമാക്കി, ഒരു വലിയ പ്രഭാഷകനാക്കി, ഒരു വലിയ പള്ളിയുടെ ഖത്തീബാക്കി അല്ലാഹു ഉയർത്തിക്കൊണ്ടുവരുമാറാകട്ടെ. ഒരു വാപ്പയൊക്കെ UP എന്ന് വന്നാണ്. പക്ഷേ ഇപ്പം നിലവിൽ പട്ടിമറ്റത്തൊരു വീടൊക്കെ വെച്ച് 5 മക്കളൊക്കെ ഉള്ളവർ എല്ലാവരും കൂടി സന്തോഷമൊക്കെ ആയിട്ട് താമസിക്കുകയാണ്. അല്ലാഹു എല്ലാ ബറക്കത്തും ചൊരിഞ്ഞു കൊടുക്കുമാറാവട്ടെ. അതുകൊണ്ട്
നല്ല നല്ല പണ്ഡിതന്മാരും നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി ദുആ ചെയ്യും. അപ്പൊ അത് ശ്രദ്ധിക്കണം. അപ്പൊ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ എന്ന് പറയും. അതുപോലെ തന്നെ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അതും ചൊല്ലണം. എല്ലാം 7 പ്രാവശ്യം വെച്ചാണ് ചൊല്ലേണ്ടത്. പിന്നെ ഉമ്മമാരെ ചൊല്ലേണ്ട പ്രധാനപ്പെട്ട ദിക്റുകളെ എന്നറിയുമോ? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഇത് ചൊല്ലിയാനുള്ള ഗുണം എന്തെന്നറിയോ? ഇഴജന്തുക്കൾ നമ്മളെ വീട്ടിൽ കയറൂല. പാമ്പും തേളും ഒരു പഴുതാര പോലും നമ്മളെ വീട്ടിന്റെ അകത്ത് കയറി വന്ന് നമ്മളെയോ നമ്മുടെ മക്കളെയോ കടിക്കൂല. ഇത് ഹദ്ദാദിലുള്ള ദിക്റാണ്. അതുകൊണ്ട് എന്റെ ഉമ്മമാരെ ഹദ്ദാദ് പതിവാക്കണേ. ഹദ്ദാദ് ദിക്റുകളെ വീട്ടിൽ പതിവാക്കണേ. മഹാനായ ശൈഖുന കാളമ്പാടി ഉസ്താദ് എന്ന് പറയുന്ന വലിയ മഹാനുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിവന്ദ്യനായ പ്രസിഡന്റാണ്. വഫാത്തായിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. ഉമ്മമാരെ പൊന്നുമോളെ കല്യാണം കഴിഞ്ഞിട്ടു രാത്രി മോളെ കാണാൻ വേണ്ടിയിട്ട് ചെറുക്കന്റെ വീട്ടിൽ കയറി ചെന്നിട്ടു മോളോട് ചോദിച്ചു, മോളെ നീ ഹദ്ദാദ് ചൊല്ലിയോ മോളെ? പതിയ പെണ്ണിന്റെ വീട്ടിൽ കയറി ചെന്നിട്ടാ വാപ്പ ചോദിക്കുന്നത്. ഇന്ന് വരെ വാപ്പാടെ ചിത്ത വിട്ട് പൊന്നുമോള് പോയിട്ടില്ല. പുതിയ പൊന്നുമോന്റെ ജീവിതത്തിലോട്ട് കടന്നു ചെല്ലുന്ന മോളാകുമ്പോ അതൊക്കെ മറന്നു പോകുമോ എന്ന് പേടിച്ചിട്ടു. അങ്ങനെയായിരുന്നു ഉമ്മമാരെ. വലിയ വലിയ പണ്ഡിതന്മാരങ്ങനെയായിരുന്നു. ഇന്ന് ഹദ്ദാദ് ഓതാൻ അറിയില്ല, ഇന്ന് മൗലിദ് ഓതാൻ അറിയില്ല, ഇന്ന് യാസീൻ പോലും ഓതാൻ അറിയാത്തവരായി നമ്മൾ മാറുകയാണ്. പൊന്നുമോള് പറഞ്ഞു, ഇതുവരെ ഓതിയില്ല വാപ്പാ. അതോടുകൂടി ആ പ്രിയപ്പെട്ട പൊന്നുവാപ്പ ആ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പിണങ്ങി ഇറങ്ങിപ്പോയെങ്കിലോ മരിച്ചപ്പോ പുഞ്ചിരിയോടുകൂടി മരിച്ചവരാ മഹാനായ കാളമ്പാടി ഉസ്താദെങ്കിലോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ മക്കളും കൂടി ശ്യാമഗുരുവിന്റെ ടി വി കാണുകയാണോ? അതല്ല മൊബൈൽ നോക്കുകയാണോ? അതല്ല സൊറ പറഞ്ഞിരിക്കുകയാണോ? എന്തായാലും നിങ്ങളെ ഈശാമഗുരുവിന്റെ ഇടയിൽ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെയാണോ ചെയ്തു കൂട്ടുന്നത്, മരിക്കുന്ന സമയത്തത് കാണും പെങ്ങളെ. മുൻഗാമികളായ സച്ചരിതരായ സലഫുസ്വാലിഹീങ്ങളായ പണ്ഡിതന്മാരായ ശ്രേഷ്ഠന്മാരായ മഹത്തുക്കളോ ഈശാമഗുരുവിന്റെ ഇടയിലെന്നല്ല, ഈശായ്ക്ക് ശേഷമോ ഈശാമഗുരുവിന്റെ ഇടയിലോ ഭൗതികമായ ഒരു കാര്യവും മിണ്ടാറില്ല. ഇന്നത്തെ പെണ്ണുങ്ങളെ തലയിൽ പോലും തുണിയിടാതെ വീട്ടിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഏത് ലോകത്താ പൊന്നുമോളെ നീ ജീവിക്കുന്നത്? അമ്മ എന്ന വിളിയില്ല, വീട്ടിന്റെ ഉള്ളിലില്ല, സ്വലാത്തില്ല, തസ്ബീഹില്ല, തഹ്ലീലില്ല, ഒന്നുമില്ലാതെ ശൈത്താന്റെ വീടായിട്ട് നമ്മളെ വീടുകൾ മാറുമ്പോ പൊന്നാര പെങ്ങളെ പിന്നെ എങ്ങനെയാ സമാധാനം ഉണ്ടാവുക? വീട്ടിന്റെ ഉള്ളിൽ വഴക്കാണ്, അടിയാണ്, ഉമ്മായും മക്കളും അടിയാണ്, മരുമക്കളും അമ്മായും തമ്മിൽ അടിയാണ്, കെട്ടിയവനും കെട്ടിയവളും തമ്മിത്തല്ലാണ്, മക്കള് പറഞ്ഞാ കേൾക്കുന്നില്ല. സമാധാനം എന്ന് പറയുന്ന 3 അക്ഷരം നമ്മുടെ വീട്ടിന്റെ പരിസരത്ത് പോലുമില്ല. അങ്ങനെയുള്ള വീടാണോ എന്റെ പെങ്ങന്മാരുടേതെങ്കിലും? ഉമ്മമാരെ, അവിടെ ഒരു കുറവുണ്ട്. അവിടെ ഖുർആനോദാത്ത വീടാ. മല്ലം യഖ്റഇൽ ഖുർആനോദാത്ത വീടേത് വീടാ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കൽ ബൈത്തുൽ ഖരീബി. ചെതലടിക്കുന്ന എച്ചന്റെ വല കെട്ടുന്ന ഉറവില്ലാത്ത അവസ്ഥയിലുള്ള വീടുണ്ടല്ലോ, പിശാചുകൾ കയറി പാർക്കുന്ന കൂടാരമുണ്ടല്ലോ, ആ
കൊട്ടാരമാണ് നിന്റെ വീടെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എന്റെ പൊന്നുപെങ്ങളെ, വീടുകളെല്ലാം ദിക്റുകളാൽ മുഖരിതമാകട്ടെ. ഇശാമഗ്രിബിന്റെ ഇടയിൽ അസർ കഴിഞ്ഞ് 6 മണിക്ക് ശേഷമായാൽ ചെറിയ ചെറിയ കുഞ്ഞുങ്ങളെ നിങ്ങളെ പുറത്തു കൊണ്ടുവരരുത്. ആ സമയമുണ്ടല്ലോ, പിശാചിന്റെ സഞ്ചാര സമയമാണ് പെങ്ങളെ. അതുകൊണ്ട് മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞാൽ നിസ്കാരപ്പായി എഴുന്നേൽക്കണ്ട. പിന്നെ അവിടെ ഇരുന്ന് സ്വലാത്തുകളൊക്കെ ചൊല്ലിയിട്ട്, തസ്ബീഹുകൾ തഹ്ലീലുകൾ ചൊല്ലിയിട്ട്, ഈ പറയപ്പെട്ട ദിക്റൊക്കെ വന്ന് ചൊല്ലിയിട്ട് ഇനി ചൊല്ലാനുള്ള പ്രധാനപ്പെട്ട ദിക്ർ എന്തെന്നറിയോ? ഈ പറയപ്പെട്ട ദിക്ർ ചൊല്ലാതിരിക്കല്ലേ. പറയാൻ പോകുന്ന ദിക്റുണ്ടല്ലോ, മൻ ഖലഹാ ഹീന യുസ്ബിഹു ഫമാത മിൻ യൗമിഹി അദ്ഖലൽ ജന്ന. രാവിലെയാണ് പെങ്ങളെ നിങ്ങൾ ഈ ദിക്ർ ചൊല്ലുന്നതെങ്കിൽ വൈകുന്നേരത്തിന് മുമ്പ് നിങ്ങൾ മരണപ്പെട്ടു പോയാൽ ഈ ദിക്ർ ചൊല്ലിയാൽ സ്വർഗമാണ്. ഇനി വൈകുന്നേരം കിടക്കാൻ നേരത്താ ചൊല്ലിയത്, രാവിലെ മുമ്പേ മരണപ്പെട്ടു പോയി. പേടിക്കണ്ട, മുത്തുനിബിതങ്ങളാ പറയുന്നത്, അവനെ സ്വർഗത്ത് കടന്ന് പ്രവേശിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏതായിരിക്കും ആ ദിക്റെന്നറിയാവോ? ഏതായിരിക്കും അത് ദിക്റെന്നറിയാം? രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരത്തിന് മുമ്പ് തട്ടിപ്പോയാൽ സ്വർഗം, രാത്രി ചൊല്ലിയാൽ രാവിലേക്ക് മുമ്പ് തട്ടിപ്പോയാൽ സ്വർഗം. ഏതാ ദിക്റെന്നറിയാവോ? ഏതെങ്കിലും പെങ്ങന്മാര് പറയടേ. ചൂടുവെള്ളം മയക്ക് പോയി, സൗണ്ടില്ല, കുട്ടിക്കണം പരമാവധി കുടിച്ചു. എന്നറിയാവോ? اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്, സയ്യിദുൽ ഇസ്തിഗ്ഫാർ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പിന്നെന്താ പറയാത്ത? കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പണ്ടേ അതൊക്കെ ചെല്ലാറുണ്ടെന്ന് പറയും, ചോദിച്ചാൽ പറയില്ല. എന്നാണ് ചെല്ലിയ കൂടെ അല്ലാഹുമ്മ അന്ത റബ്ബി ലാ ഇലാഹ ഇല്ലാ അന്ത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹദിക വവഅദിക മസ്തതഉതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർ ലീ ഫഇന്നഹു ലാ യഗ്ഫിറു الذുനൂബ ഇല്ലാ അൻത. മൻ ഖാലഹാ ഹീന യുസ്ബിഹു ഫമാത, അവൻ ഷഹീദായിട്ട് മരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഒരുപാട് ദിക്റുണ്ട്, ഞാൻ കുറച്ചേ പറയുന്നുള്ളൂ. ഇതെങ്കിലുമൊക്കെ നിങ്ങൾ ചൊല്ലണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. പിന്നെ ഉണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അത് 10 വട്ടം ചൊല്ലുക. പിന്നെ ദുആഉൽ ഖർബുണ്ട് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അതും 10 വട്ടം ചൊല്ലുക. ഇതൊക്കെ 10 വട്ടം ചൊല്ലുക കേട്ടാ ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരുമാറാവട്ടെ. പിന്നെ ഒരിക്കലും നിങ്ങൾ ഒരു ദിവസം പോലും ഒഴിയാതെ ചൊല്ലേണ്ട ഒരു ദിക്റുണ്ട്. ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ
അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. എല്ലാ ദിവസവും 7 വട്ടം ചൊല്ലണം. ചൊല്ലിയാൽ മൻ ഖാല ഹീന യുസ്ബിഹു വഹീന യുംസി 7 മററാത്തിൻ കഫാഹു അല്ലാഹു മാ അഹമ്മഹു മിൻ അംരി ദുനിയ വൽ ആഖിറ. ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും വിഷയത്തിൽ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും അല്ലാഹു അത് മാറ്റി തരും എന്നാണ്. ഏതാണ്? ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഇതൊരു സൂറത്ത് തൗബയുണ്ട്. ബിസ്മി ഓതണ്ട. ആ സൂറത്തിൽ ബിസ്മി സുന്നത്തില്ല. തൗബ സൂറത്തിന്റെ അവസാനത്തെ ആയത്താണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നമ്മൾ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് പറയൂലേ, അതിന്റെ ഒരു വേറെ വെർഷനാണ് ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ. ഹസ്ബിയല്ലാഹു, എനിക്ക് അല്ലാഹു മതി. ലാ ഇലാഹ ഇല്ലാ ഹു, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല. അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇതൊക്കെ ചൊല്ലുക. എന്നിട്ട് ഉമ്മമാരെ ഒരു പ്രധാനപ്പെട്ട ദിക്റും കൂടിയുണ്ട്. എന്തെന്നറിയുമോ ഉമ്മ? 33 വട്ടം സുബ്ഹാനല്ലാഹ്, 33 വട്ടം അൽഹംദുലില്ലാഹ്, 34 വട്ടം അല്ലാഹു അക്ബർ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ചെന്നപ്പോ, പരാതിയും പരിഭവങ്ങളുമായിട്ട് ചെന്നപ്പോ, മോളെ ഫാത്തിമ, ദുനിയാവ് വേണോ മോളെ, അതല്ല ആഖിറം വേണോ മോളെ? ദുനിയാവ് വേണോ ആഖിറം വേണോ എന്ന് ചോദിച്ചപ്പോൾ, ആഖിറം മതി വാപ്പാ എന്ന് പറഞ്ഞ മോളോട് അല്ല പറഞ്ഞതാണ്. എന്നാ മോളെ 33 വട്ടം സുബ്ഹാനല്ലാഹ് ചൊല്ല്, 33 വട്ടം അൽഹംദുലില്ലാഹ് ചൊല്ല്, 34 വട്ടം അല്ലാഹു അക്ബർ ചൊല്ല് മോളെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പഠിപ്പിക്കുന്നത്. എന്നിട്ട് അവസാനം പൊന്നു പെങ്ങളെ, നിങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ എന്നിട്ട് കിടക്കാൻ മുമ്പ് ഹബീബായ തങ്ങളെ പേരിൽ 10 സ്വലാത്ത് ചൊല്ല്. ഏത് സ്വലാത്താണോ നിങ്ങൾക്കറിയുന്നത്? അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം എന്ന ദിക്ർ ചൊല്ല്. അല്ലെങ്കിൽ ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ല്. പറ്റുമെങ്കിൽ ഒരു വട്ടം താജു സ്വലാത്ത് ചൊല്ല്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ സാഹിബി താജ് വൽ മിഅ്റാജ് വൽ ബുറാഖ് വൽ അലം ദാഫിഉൽ ബലാഇ വൽ വബാഇ വൽ ഖഹ്തി വൽ മർളി വൽ അലം ഇസ്മുഹു മക്തൂബുൻ മർഫൂഉൻ മൻദൂഷൻ ഫിൽ ലൗഹി വൽ കലം سيد العرب والعجم جسمه مقدس مؤثر مطهر منور في البيت والحرم شمس الضحى بدر الدجى صدر العلا نور الهدى كهف الورى مصباح الظلم جميل الشيم شفيع الأمم صاحب الجود والكرم والله عاصمه وجبريل خادمه والبراق سفره وسدرة المنتهى مقامه وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجوده سيد المرسلين خاتم النبيين شفيع المذنبين رحمة للعالمين راحة العاشقين مراد المشتاقين شمس العارفين سراج السالكين مصباح المقربين محب الفقراء والغرباء والمساكين سيد
الثقلين نبي الحرمين إمام القبلتين وسيلتنا في الدارين صاحب قاب قوسين محبوب رب المشرقين والمغربين جد الحسن والحسين مولانا ومولى الثقلين أبي القاسم محمد بن عبد الله نور من نور الله يا أيها المشتاقون بنور جماله صلوا عليه وعلى آله وصحبه وسلموا تسليما. ഈ സ്വലാത്ത് ഒരു വട്ടമെങ്കിലും രാത്രി ചൊല്ലുന്നത് നല്ലതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇതൊക്കെ കൂടി പറഞ്ഞപ്പോൾ ബുദ്ധിമുട്ടായവന്മാരെ അത് ചെല്ലൽ നമ്മുടെ മേൽ ഏറ്റവും ഹൈറായതാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ അതിനു മുമ്പ് മരണപ്പെട്ടു പോയാൽ നമുക്ക് അല്ലാഹു സ്വർഗം തരുമെന്ന് വാഗ്ദാനം ചെയ്ത ദിക്റുകളാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുപോലെ തന്നെ പാതിരാത്രി നമ്മൾ ഓതേണ്ട സൂറത്തുകൾ, സൂറത്ത് യാസീൻ ഓതണം, സൂറത്ത് ദുഖാൻ ഓതണം, സൂറത്തുൽ മുൽക്ക് നമ്മൾ ഓതണം. ഖുർആൻ പാരായണം ഇശാമഗ്രിബിന്റെ എന്താണ് സൂറത്തുൽ മുൽക്ക് നമ്മുടെ ഖബറിൽ നമുക്ക് വേണ്ടിയിട്ട് സഹായിയായിട്ട് കാവലായിട്ട് എല്ലാവരും ഖബറിൽ കൊണ്ടുവയ്ക്കും. നിങ്ങളിപ്പോൾ മരിച്ചു പോയാൽ ഇന്ന് വൈകുന്നേരം ഇപ്പം നിങ്ങൾ ഈ സമയത്ത് മരിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കും. മഗ്രിബാകുമ്പോൾ നിങ്ങളെ വീട്ടിൽ കൊണ്ട് മയ്യത്ത് വയ്ക്കും, കുളിപ്പിക്കും, വൃത്തിയാക്കും. 10 മണിയാകുമ്പോൾ അടക്കും. 10 മണിക്ക് പള്ളിക്കാട്ടി കൊണ്ടുവരും. നല്ല കുറ്റാക്കൂരട്ടത്തിൽ രാവിലെ അവിടെ വെട്ടമൊക്കെ തെളിച്ച് അവിടെ കൊണ്ട് നിങ്ങളെ ഖബറടക്കും. ഖബറടക്കിയിട്ട് എല്ലാവരും പോകും. വാപ്പായും കെട്ടിയവനും മക്കളും എല്ലാവരും. ആരിലും കൂടെ ഉണ്ടാവോ? ചെയ്യുന്ന അമല് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ചെയ്യുന്ന അമലുകളിൽ ഖബറിൽ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി പഠിപ്പിച്ച സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. സൂറത്ത് ഇശാമഗ്രിബിന്റെ നിർബന്ധമായിട്ട് മോദി. യാസീനും സൂറത്തുൽ മുൽക്കും സൂറത്തുൽ വാഖിയ. ഇദാ വഖഅത്തിൽ വാഖിയ. എൻ്റെ വാപ്പ എൻ്റെ കുഞ്ഞുനാൾ എന്നെ എപ്പോഴും ഇത് വീട്ടിൽ ഓദിക്കും. ഇദാ വഖഅത്തിൽ വാഖിയ ലൈസ ലിവഖഅതിഹാ കാദിബാ ഖാഫിളത്തുർ റാഫിഅ ഇദാ റുജ്ജത്തിൽ അർളു റജ്ജാ. ഈ സൂറത്ത് ഓടിയാൽ ദാരിദ്ര്യമുണ്ടാകൂല എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ഓതുക, 7 ഫാത്തിഹ ഓതി ശരീരം മൊത്തം തടവുക. ഇതൊക്കെ നമ്മളെ രോഗങ്ങളൊക്കെ ശിഫയാവും. ഫാത്തിഹയുടെ മറ്റൊരു പേരാണ് ശിഫ. നമ്മളെ രോഗം ശിഫയാവും. ശരീരത്തിൽ വേദന ഉണ്ടെങ്കിൽ ഫാത്തിഹ ഓതിട്ട് തടവി കൊടുത്താൽ മതി, മാറിക്കോളും. പിന്നെ എന്തിനാ ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ ചോദിക്കും. കുരുട്ട് ബുദ്ധികൾ അങ്ങനെ ചോദിക്കണ്ട. 7 ഫാത്തിഹ ഓതിയാൽ നമ്മുടെ പനി, നമ്മുടെ രോഗങ്ങളെല്ലാം അള്ളാഹു വിട്ട് പുറത്തു മാപ്പാക്കി തന്നിരിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്നിട്ട് നിങ്ങൾ ഇൻഷാ അല്ലാഹ് എല്ലാം കഴിഞ്ഞ് നിങ്ങളെ ശരീരം ബെഡിലോട്ട് വെക്കുന്നൊരു നേരമുണ്ട്. ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസത നഫ്സി ഫർഹംഹാ. ഈ ദുആ നിങ്ങൾ ചൊല്ലണേ പെങ്ങളെ. ഈ ദുആ നിങ്ങൾ ചൊല്ലിയാൽ അല്ലാഹുവിന്റെ മലക്കുകളുടെ കാവലുണ്ടാകുമെന്ന് മാത്രമല്ല, രാവിലെ എഴുന്നേൽക്കുന്നത് വരെ ഇബാദത്തിന്റെ കൂലിയാണ്. ഇബാദത്തിന്റെ കൂലി അല്ലാഹു തരും. ഒരുപാട് ദുആകൾ കിടക്കുന്ന സമയത്ത് ഒരുപാട് ദുആ ഉണ്ട്. ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഅഹ്യാ. ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഅഹ്യാ. ആ സമയത്തിനൊക്കെ പകരം ചെല്ലാൻ പറ്റും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഈ ദുആകളൊക്കെ നമ്മൾ ചൊല്ലണം. കിടന്നിട്ട് ഉറക്കം വരുന്നില്ലെങ്കിലുള്ള ദുആ ഉണ്ട്. അതുപോലെ പ്രഭാതത്തിൽ ഉണരുന്ന സമയത്തുള്ള ദിക്റുകൾ ധാരാളം വലിയ വലിയ ദിക്റുകളുണ്ട്. ഉറക്കത്തിൽ ഭയപ്പെട്ടാൽ, ഇടയ്ക്ക് ഉറങ്ങാൻ പറ്റാതിരുന്നാൽ അതിനൊക്കെ വേറെ വേറെ ദിക്റുകളുണ്ട്. അത്
നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ചോദിച്ചാൽ മതി, ഇൻഷാ അല്ലാഹ് അത് എഴുതിത്തരാം. ഒന്നിപ്പം ചൊല്ലിക്കേണ്ടുന്ന ഒരുപാട് സമയം എൻ്റെ പിറകെ പോകും. അപ്പൊ അതുകൊണ്ട് വളരെ വളരെ പ്രധാനപ്പെട്ട ഇത്തരം ദിക്റുകൾ നിങ്ങൾ ചൊല്ലണം. അല്ലാഹുമ്മ ഐഖളനി ഫീ അഹബ്ബി സആദ്, എന്നെ എഴുന്നേൽപ്പിക്കുമ്പോൾ നിനക്ക് തൃപ്തിയുള്ള നല്ലൊരു സമയം നീ എന്നെ എഴുന്നേൽപ്പിക്കണേ അല്ലാഹു നമുക്ക് ഉറങ്ങുന്ന സമയത്ത് റാഹത്തായി ഉറങ്ങാനും നേരത്തെ എഴുന്നേറ്റ് ഇബാദത്തുകൾ മുഴുങ്ങാനും അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. എത്ര പേരെന്നറിയാവോ ഉറങ്ങാൻ പറ്റാത്ത ആളുകൾ? എത്ര പേരെന്നറിയാവോ ഉമ്മമാരെ? അതുകൊണ്ട് ബിസ്മിക അല്ലാഹുമ്മ അമൂതു വ അഹ്യ എന്നെങ്കിലും പറയണം. അല്ലെങ്കിൽ ബിസ്മിക റബ്ബി വളഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ, ഇങ്ങനെ തുടങ്ങുന്ന അല്ലാഹുമ്മ ബിസ്മിക അമൂതു വ അഹ്യ, പടച്ചവനെ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ മരിക്കുന്നു, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ജീവിക്കുന്നു എന്നൊക്കെ പറയാം. ഒക്കെ ഈ ദുആകളിലുള്ളതാണ്. കിടക്കണ സമയത്ത് അത് പറഞ്ഞ് കിടന്നാൽ പിന്നെ വല്ല ദിക്റും സ്വലാത്തും ചൊല്ലിയും കിടന്നോണം. ഉറക്കം വന്നില്ലെങ്കിൽ ഉറങ്ങുന്നത് വരെ ദിക്ർ ചൊല്ലിയാൽ ആ ഉറങ്ങുന്ന സമയം മുഴുവനും എഴുന്നേക്കുന്നത് വരെ ഈ ദിക്റിന്റെ കൂലി നിനക്ക് കിട്ടുമെന്ന മഹാന്മാരായ പണ്ഡിതന്മാർ പറയുക. അതുകൊണ്ട് ദിക്ർ ചൊല്ലി 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 കിടക്കുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ് ഒരു PDF ആയിട്ട് ഉറങ്ങുന്ന സമയത്ത് ചെല്ലുമ്പോലുള്ള ദിക്റുകൾ എന്ന് പറഞ്ഞ് ഒരു PDF ആക്കി തരാം. അതല്ല നിങ്ങൾക്ക് അറിയാമെങ്കിൽ പിന്നെ എൻ്റെ പിന്നിൽ പോകണ്ടല്ലോ എന്നാണ്. ഇൻഷാ അല്ലാഹ് ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കുകയും അതുപോലെ ചെയ്യാം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇത് ചെറിയ ദിക്റാണ്. ഇത് വലിയ ദിക്റൊന്നും ഞാൻ പറഞ്ഞില്ല. വലിയ ദിക്റുകളൊക്കെ ഉള്ള ഒരുപാട് പുസ്തകങ്ങളും മൊബൈലിലെ PDF ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്തായാലും ഇത്രയെങ്കിലും കുറഞ്ഞതെങ്കിലും നിങ്ങൾ ചൊല്ലണം. ചൊല്ലാതിരിക്കരുത്. വലിയ കാവലാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ദിക്റിലല്ലേ നമുക്ക് ചൊല്ലല്ലേ. ഉംറയ്ക്ക് പോകുന്ന ആളെയൊക്കെ റാഹത്തായിട്ട് ഒരു ഉംറ ചെയ്യുന്നുണ്ട്. 5 ഉംറ കഴിഞ്ഞു. അവരിപ്പോൾ ഈ സമയത്ത് നടന്നുകൊണ്ട് ഖദീജ ബീവിയുടെ സിയാറത്തിന് പോയിരിക്കുകയാണ്. ആർക്കും പനിയില്ല. ഇന്ന് രാവിലെ അവരെല്ലാം ജബലുന്നൂർ കയറി അള്ളാഹുവിന്റെ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുന്ന ഹിറാ ഗുഹയിൽ എല്ലാവരും പോയി അൽഹംദുലില്ലാഹ് റാഹത്തായിട്ടിരിക്കുന്നു. അള്ളാഹു ഒരു രോഗവും വിഷമവും ഒന്നും കൊടുക്കാതെ ആരോഗ്യത്തോടു കൂടി തിരിച്ചു മടങ്ങി വരാനും കാണാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമുക്കും അവിടെ പോകാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. പോയവർക്ക് വീണ്ടും വീണ്ടും പോകാനുള്ള തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഉമ്മമാരെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ 2024 അവസാനിക്കാൻ പോവുകയാണ്. ഇന്നിപ്പോ എത്രാം തീയതിയാ? 27, 28, 29, 30, 34 ദിവസം കൂടി കഴിഞ്ഞ് 2025 തലേന്ന് രാത്രി പടക്കം പൊട്ടിക്കാനും പിന്നെ ന്യൂ ഇയർ ആഘോഷിക്കാനൊക്കെ പിള്ളേർ റെഡിയായിട്ടിരിപ്പുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഒരു കാരണവശാൽ നിങ്ങളെ വീട്ടിലെ ആൺകുട്ടികളെ പറഞ്ഞു വിടരുത്. നിങ്ങൾ ഉത്തരവാദികളാണ്. അവർ പോയി ആഘോഷിക്കുന്ന ആഘോഷങ്ങൾക്കെല്ലാം നിങ്ങൾ ഉത്തരവാദികളാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പിള്ളേര് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾ പറയരുത്. സ്ട്രോങ് ആയിട്ട് പറയണം. പോകാൻ പറ്റൂല എന്ന് തന്നെ പറഞ്ഞു. കാരണം അത് ഹറാമാണ്. അങ്ങനൊരു ആഘോഷം ഇസ്ലാമിൽ ഇല്ല. ഇൻഷാ അല്ലാഹ് ഞാൻ ദുആ ചെയ്യാണ്. ഞാനും ദിക്റുകൾ ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു എല്ലാ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും അല്ലാഹു നമുക്ക് തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ജദ്ദിദു ഈമാനകും ونبروا قلوبكم وزينوا ألسنتكم بقولي لا إله إلا الله 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 لا إله إلا الله
الله لا إله إلا 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 الله إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي أستغفر الله العظيم إنه كان غفارا 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 أستغفر الله العظيم إنه